അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയാൽ അത് ചാർജ് ചെയ്തുകൊണ്ട് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് വന്നാൽ എന്താണ് അവസ്ഥ? പുറത്തിറങ്ങുമ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല. ലാപ്ടോപ്പിൻ്റെ ബാറ്ററി കേടുവന്നു, പ്ലഗ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ, ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് വന്നാൽ അതവിടെ വീട്ടിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റിയ ഒരു വസ്തുവായി മാറുകയാണ്. വിശുദ്ധമായ റമളാൻ മാസം നമുക്ക് ശരിക്ക് റീചാർജ് തരുന്ന, നമ്മുടെ ഈമാനിനെ ചാർജ് ചെയ്യുന്നൊരു മാസമാണ്. ആ മാസത്തിൽ മാത്രം ഒരു ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഫോൺ പോലെ നമ്മുടെ ഈമാൻ ചാർജ് ആകുന്നു. പിന്നീട് 11 മാസവും ചാർജില്ലാതായാൽ എന്തു പറ്റും? നോക്കൂ, റമളാനിൽ നമ്മൾ ധാരാളം ഇബാദത്തുകൾ അധികരിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ്റെ പാരായണം, നോമ്പ്, സദഖകൾ, അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒട്ടനവധി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ വയറിന് മാത്രമായിരുന്നില്ല നോമ്പ്, കണ്ണിനും നാവിനും ഹൃദയത്തിനുമൊക്കെ നോമ്പുണ്ടായിരുന്നു. അതിനെയെല്ലാം നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചു. അതൊക്കെ ഈ ഒരു വിശുദ്ധമായ റമളാൻ മാസത്തോടു കൂടി അവസാനിപ്പിക്കലാണോ? അല്ല. നോമ്പുകൊണ്ട് അള്ളാഹു ലക്ഷ്യമായി പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി എന്ന്. നോമ്പിലൂടെ ഹലാലായത് തന്നെ വേണ്ടെന്നു വെക്കാൻ നമുക്ക് സാധിച്ചു. തീർച്ചയായും റമളാന് ശേഷവും ഹറാമായത് ഒഴിവാക്കാനുള്ള ഒരു പരിശീലനമായിരുന്നു യഥാർത്ഥത്തിൽ നോമ്പ്. എത്ര കാലമാണ് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടത്? അവനെ പേടിച്ച് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത് റമളാനിൽ മാത്രം മതിയോ? അല്ലല്ലോ. ഷവ്വാലിലും ഷഅബാനിലും ദുൽഖഅദിലും ദുൽഹിജ്ജിലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോടൊപ്പമുണ്ട്. ഈ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നോമ്പ് റമളാന് ശേഷവും നമ്മുടേത് തുടരുകയുള്ളൂ. ഹറാമായ ഭക്ഷണങ്ങൾ, ഹറാമായ പാനീയങ്ങൾ, അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത കാഴ്ചകൾ, അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത കേൾവികൾ, ഇതെല്ലാം ഒഴിവാക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് ഫലവത്തായി മാറുക. നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിൻ്റെ തെളിവ് കൂടിയാണ് റമളാനിൽ നമ്മൾ ശീലിച്ച ശീലങ്ങൾ നമുക്ക് തുടരാൻ കഴിയുന്നുണ്ടോ, റമളാനിൽ നമ്മൾ ഒഴിവാക്കിയ കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നത് പരിശോധിച്ചാൽ നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാമെന്നാണ് മുൻഗാമികളായ ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്തെടുത്ത് ജീവിക്കണം എന്നാണ്. നോക്കൂ, അള്ളാഹു വിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ പകലിൽ ഒഴിവാക്കാൻ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, വയറിന് മാത്രം നോമ്പുണ്ടായതുകൊണ്ട് കാര്യമില്ല. മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു, അവൻ്റെ ഭക്ഷണവും പാനീയവും ഒഴിവാക്കണമെന്ന് അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല. അവൻ്റെ മോശപ്പെട്ട വാക്കും മോശപ്പെട്ട പ്രവർത്തനവും ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ വെറും പട്ടിണി മാത്രമായി എൻ്റെ നോമ്പ് മാറരുത് എന്ന ചിന്തയാൽ നമ്മൾ നമ്മുടെ കണ്ണിനെ നിയന്ത്രിച്ചില്ലേ? നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ചില്ലേ? നമ്മുടെ ഹൃദയത്തിൽ മോശപ്പെട്ട ചിന്തകൾ വന്നപ്പോൾ നമ്മളതിനെ തടഞ്ഞ് നിർത്തിയില്ലേ? നമുക്ക് നിയന്ത്രണം സാധ്യമായിട്ടുണ്ട്. ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം അത് കൂടുതലായിട്ടുണ്ട്. അല്പമെങ്കിലും പള്ളിയിൽ ഇബാദത്തിൽ ചെലവഴിക്കാൻ സാധിക്കാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല. സാധാരണയേക്കാൾ കൂടുതൽ ജമാഅത്ത് നമസ്കാരങ്ങൾ നമുക്ക് കൃത്യമായില്ലേ? ജമാഅത്ത് നമസ്കാരങ്ങൾ നമുക്കിനിയും സാധിക്കും എന്നത് തന്നെയാണ് ഈ ഒരു മാസക്കാലത്തെ പരിശീലനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു സൈനികൻ, അയാളുടെ കുറഞ്ഞ കാലത്തെ ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡിൽ അയാൾക്ക് ലഭിക്കുന്ന ശക്തമായ കഠിനമായ പരീക്ഷണങ്ങൾ അയാളുടെ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള കരുത്തുപകരലാണ്. അതുപോലെ ഈ വിശുദ്ധമായ ഈ റമളാൻ മാസത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഊർജം അത് വരുന്ന 11 മാസത്തേക്കും നിലനിൽക്കുന്ന ഈമാനിൻ്റെ ഫുൾ ചാർജായി നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മുടെ പരിശ്രമങ്ങളുള്ളത്. ഒരാൾ കുറച്ച് ദിവസം 10-15 ദിവസം മാത്രം ജിമ്മിൽ പോയി, അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ മാത്രം ജിമ്മിൽ പോയി, അവൻ്റെ ശരീരമൊക്കെ ഒന്ന് ശരിയായി വന്നു. പിന്നെ അവൻ പരിഗണിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, ശരീരം തീരെ നോക്കുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ 1 മാസം അവൻ ജിമ്മിൽ പോയത് അവന് ഉപകാരപ്പെടുമോ? അവൻ്റെ ശരീരം പഴയ അവസ്ഥയിൽ തന്നെയാകും. റമളാൻ എന്നത് നമുക്ക് കൃഷി ഇറക്കാനുള്ള സമയമാണ്.
വിളവെടുക്കാനുള്ള വിളയെക്കുറിച്ച് മോഹിച്ച് സ്വർഗത്തിലെ ഉന്നതമായ പ്രതിഫലം പ്രതീക്ഷിച്ച് നമ്മൾ വിളവിറക്കേണ്ട സമയമാണ് വിശുദ്ധ റമദാൻ. ആ മാസത്തിൽ നമ്മൾ വിളവിറക്കി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 11 മാസവും അതിന് വെള്ളം നനച്ച് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. എങ്കിലാണ് നമുക്ക് നല്ല ഫലഭൂയിഷ്ഠമായ കായ്ക്കനികൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. റമദാൻ ഒരിക്കലും ഒരു സീസണല്ല ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള. റമദാനിൽ മാത്രമല്ല ഇബാദത്തിൻ്റെ സീസൺ ഉള്ളത്. റമദാൻ അല്ലാത്ത മാസങ്ങളിലുള്ള ഇബാദത്തുകൾ തന്നെയാണ് റമദാനിലും നമുക്കുള്ളത്. നോക്കൂ, റമദാനിൽ നിസ്കാരമുണ്ട്. പ്രത്യേകമായ നിസ്കാരം. നമ്മൾ തറാവീഹ് നിസ്കാരം രാത്രി നിസ്കരിച്ചു കഴിഞ്ഞു. രാത്രി ദീർഘനേരം ഖിയാമുൽ ലൈൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര പുണ്യമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലേ? വിശുദ്ധ ഖുർആൻ്റെ പാരായണം ദീർഘനേരമായപ്പോൾ നാളെ പരലോകത്ത് ആ വിശുദ്ധ ഖുർആൻ സാക്ഷിയായി വരുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിശുദ്ധ ഖുർആൻ പറയും, ഞാൻ അവൻ്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ട് എന്ന്. നോക്കൂ, റമദാൻ കഴിഞ്ഞാലും ഏറ്റവും ഉത്തമമായ നിസ്കാരം ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം അത് ഖിയാമുൽ ലൈൽ അതാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റമദാൻ കഴിഞ്ഞാൽ ഇശാ നിസ്കാരത്തിന് ശേഷം ഒരു 3 റക്അത്തെങ്കിലും വിത്ർ നിസ്കരിച്ച് കിടന്നുറങ്ങാൻ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കില്ലേ? റമദാനിന് ശേഷവും നോമ്പ് തുടരേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സാമ റമദാൻ സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ. റമദാനിന് ശേഷം ഒരാൾ 6 ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അവൻ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതുപോലെയാണ് എന്നാണ്. എങ്ങനെയാണ് റമദാനിലെ അല്പ ദിവസവും അതിനുശേഷം ഒരു 6 ദിവസവും നോമ്പെടുത്താൽ 360 ദിവസവും നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം കിട്ടുന്നത്? വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. ഒരു നന്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടിയാണ് പ്രതിഫലം കൊടുക്കുക. 36 ദിവസം നോമ്പെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 360 ദിവസം നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം നൽകാമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. റമദാനിലെ നോമ്പെടുത്തതിന് ശേഷം ഒരു 6 ദിവസത്തെ നോമ്പ് കൂടി നമ്മൾ തുടർന്നെടുത്താൽ ഒരു വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാൽ 30 ദിവസം നോമ്പെടുത്ത ഒരാൾക്ക് പിന്നെ ഒരു 6 ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ലല്ലോ. തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നോമ്പുണ്ട്. യൗമുൽ ഇസ്നൈൻ വൽ ഖമീസ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? തുഅറദുൽ അഅമാൽ. ആ ദിവസങ്ങളിലാണ് അല്ലാഹുവിങ്കൽ നന്മകൾ പ്രദർശിപ്പിക്കപ്പെടുക. ഫഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സായിം. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അല്ലാഹു വിലയിരുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും ഒരു റമദാനിൽ മാത്രമല്ല നോമ്പെടുത്തിരുന്നത്, മറ്റു മാസങ്ങളിലും തിരുദൂതർക്ക് നോമ്പുണ്ടായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് റമദാൻ കഴിഞ്ഞുള്ള മറ്റു മാസങ്ങളിൽ ഒരു 3 ദിവസമെങ്കിലും മാസത്തിൽ നോമ്പെടുക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ളത്. സിയാമു സലാസതി അയ്യാം, 3 ദിവസം നോമ്പെടുക്കുക എന്നുള്ളത്. മിൻ കുല്ലി ഷഹർ സിയാമുദ്ദഹർ, ഓരോ മാസവും 3 ദിവസം നോമ്പെടുക്കുക എന്നത് ഒരു വർഷം നോമ്പെടുക്കുന്നത് പോലെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സാധാരണയിൽ കവിഞ്ഞൊരു ശ്രദ്ധ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് നൽകിയിരുന്നു. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പള്ളികൾ നിറഞ്ഞിരുന്നു. മഗ്രിബിന് നോമ്പ് തുറയുണ്ടെങ്കിൽ ധാരാളം ആളുകൾ ആ പള്ളിയിൽ എത്തിയിരുന്നു. തറാവീഹ് നിസ്കാരത്തിന് വളരെ ആവേശത്തോടു കൂടി എത്തിയിരുന്നു. എന്നാൽ ശവ്വാലമ്പിളി മാനത്ത് കാണുമ്പോഴേക്ക് പിന്നീട് പള്ളികൾ ശൂന്യമാകുന്ന ഒരവസ്ഥ അതുണ്ടാകാൻ പാടില്ലല്ലോ. രാത്രി നിസ്കാരത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മൾ തറാവീഹ് നിസ്കാരത്തിന് എത്തിയത്. അഫ്ളലുസ് സലാത്തി ബഅദൽ ഫരീദ സലാത്തുൽ ലൈൽ. രാത്രി നിസ്കാരമാണ് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധന എന്നാണ്, ഇബാദത്ത് എന്നാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിശ്വാസികളായ സദ്വൃത്തരെക്കുറിച്ച് പറഞ്ഞത് കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അവർ നിസ്കാരത്തിലായത് കാരണത്താൽ രാത്രിയിൽ അവർ വളരെ കുറച്ചു മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ എന്നാണ്. വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യാത്തവരായി ആരും ഉണ്ടാവില്ല. നോക്കൂ, റമദാന് ശേഷം വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്തു വെക്കുക, അത് ഷെൽഫിൽ പൂട്ടിവെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇനി തുറക്കാതിരിക്കുക, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ. വിശുദ്ധ ഖുർആൻ നമ്മളെ നേർവഴിയിലേക്ക് നയിക്കുന്ന വേദഗ്രന്ഥമാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്നാണ്.
അപ്പോൾ നമ്മളെ നേർവഴിയിലേക്ക് കണ്ടു നടക്കേണ്ട ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ അവഗണിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? വിശുദ്ധ ഖുർആൻ്റെ പാരായണം ഇനി മാസത്തിൽ ഒരു തവണ നമുക്ക് തീർന്നിട്ടില്ല എങ്കിലും 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു തവണ വിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ നമുക്ക് സാധിക്കുമല്ലോ. റമദാനിൽ നമ്മുടെ നാവിന് നോമ്പുണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് ഇല്ലാത്ത നാവ് എന്ന് പറയുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ലല്ലോ. മൻ ഖാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാരാണോ ഫൽ യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അവൻ നല്ലതു പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോമ്പിന് നമ്മളോട് തർക്കത്തിന് വന്നയാളോട് നമ്മൾ എന്താ പറഞ്ഞത്? അനസ്വായിം, ഞാൻ നോമ്പുകാരനാണ്, ഇപ്പം തർക്കത്തിന് ഞാനില്ല എന്നാണ്. ഗീബത്തുകൾ പറഞ്ഞാൽ, പരദൂഷണം പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ എൻ്റെ നോമ്പ് നഷ്ടപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ കളവ് പറച്ചിലും ഗീബത്ത് പറച്ചിലും റമദാനിൽ മാത്രമാണോ കുറ്റകരം? അല്ലല്ലോ, റമദാൻ കഴിഞ്ഞാലും നമ്മുടെ നാവിന് നോമ്പുണ്ടാകണം. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ വിട്ടുനിന്നു. നമ്മുടെ മൊബൈൽ നമ്മൾ ശുദ്ധീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യമായിരുന്നു നമ്മളെ ഈ നന്മയിലേക്ക് നയിച്ചത്, തിന്മകൾ ഒഴിവാക്കാൻ നമുക്ക് പ്രേരണ നൽകിയത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ മാത്രമല്ലല്ലോ നമ്മളെ നോക്കുന്നത്, റമദാൻ കഴിഞ്ഞാലും അല്ലാഹു നമ്മളെ കാണുന്നില്ലേ? ആ അല്ലാഹുവിനെ ഓർത്ത് ഭയപ്പെട്ട് സ്വകാര്യത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയില്ലേ? ഹറാമായ സൈറ്റുകളിലേക്ക് സെർച്ച് ചെയ്ത് കയറി അശ്ലീലതകൾ ദർശിച്ചിരുന്ന ആളുകൾ, നോമ്പല്ലേ, ഞാനൊരു നോമ്പുകാരനല്ലേ, ഞാൻ എങ്ങനെ അത് കാണും എന്ന് വിചാരിച്ച് ഒഴിവാക്കി. നമ്മുടെ കണ്ണിന് നോമ്പുണ്ടായിരുന്നു. ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ താഴ്ത്തണം എന്നത് വിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് കൽപ്പിക്കണം എന്ന് പറഞ്ഞ ആ അള്ളാഹുവിൻ്റെ വചനം കേട്ടുകൊണ്ട് നമ്മൾ കണ്ണിനെ ഹറാമിൽ നിന്ന് മാറ്റി നിർത്തി. നമ്മൾ കാണണ്ടെന്ന് വിചാരിച്ചു. ഹറാമായ കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. വേണ്ട, എനിക്ക് നോമ്പാണ് എന്ന് ഞാൻ ചിന്തിച്ചു. നോക്കൂ, നോമ്പുകാലത്ത് അല്ലാത്തപ്പോഴും ആ നിഷിദ്ധമായ കാഴ്ചകൾ നിഷിദ്ധം തന്നെയാണ്. അപ്പോൾ അത് കണ്ണിൻ്റെ നമ്മുടെ നോമ്പ് റമദാൻ കഴിഞ്ഞാലും നമുക്ക് തുടരാൻ കഴിയണം. ഏറ്റവും അധികം ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴാൻ കാരണമാകുന്നത് അവരുടെ നാവാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ നാവ് കാരണത്താൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയുടെ കേദാരമായ നരകത്തിൽ എത്തിപ്പെടരുത് എന്നതിൽ നമുക്കൊരു നിർബന്ധമുണ്ടാകണം. റമദാനിൽ ഒട്ടനവധി പാവങ്ങളെ നമ്മൾ സഹായിച്ചു. നമ്മുടെ നോമ്പിൻ്റെ ഒരു നേട്ടമായിരുന്നു അത്. നോമ്പുകാരനായിരിക്കെ സ്വതക്കകൾ നമ്മൾ കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു വീശിയടിക്കുന്ന കാറ്റ് കണക്കെ റമദാനിൽ സ്വതക്കകൾ നൽകിയിരുന്നു. റമദാൻ കഴിഞ്ഞപ്പോഴേക്കും ദരിദ്രരൊക്കെ ഇല്ലാതായോ? പാവപ്പെട്ട ആളുകളൊക്കെ പിന്നെ റമദാനിലെ ദാനങ്ങൾ സ്വീകരിച്ച് അവരൊക്കെ പണക്കാരായി മാറിയോ? അനാഥ മന്ദിരങ്ങൾ അവിടെയൊക്കെ സമ്പത്ത് കുന്നുകൂടിയോ? പ്രൊജക്റ്റുകളും പദ്ധതികളൊക്കെ റമദാൻ കഴിഞ്ഞപ്പോഴേക്കും ഇനി പണം ആവശ്യമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയോ? ഇല്ലല്ലോ. വർഷം മുഴുവൻ അഗതികൾ അവിടെയുണ്ട്, അനാഥരവിടെയുണ്ട്, പാവപ്പെട്ടവരുണ്ട്. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ വിശപ്പടക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളെ ഇനിയും നമ്മൾ കണ്ടെത്തും. നമ്മുടെ സ്വതക്കകൾ നിർത്താറായിട്ടില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ അല്പം ഒന്ന് കൊടുത്താൽ, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളായിഫു ലിമൻ യശാ. അള്ളാഹു ഇരട്ടി ഇരട്ടിയായി കൊടുക്കുന്നതാണ്. ഒരൊറ്റ വിത്തിൽ നിന്നാണ് 7 കതിരുകൾ ഉണ്ടാകുന്നത്. 7 കതിരുകളിൽ 100 നെന്മണികൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒന്നിന് 700 ഇരട്ടിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുകയാണ്. തോണ കൊടുക്കാനൊന്നും അധികം നൽകാനൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. നോക്കൂ, റമദാനിൽ സാധുവിനെ കണ്ടപ്പോൾ കീശയിൽ പണമുണ്ടോ എന്ന് നോക്കി, ഗൂഗിൾ പേയിൽ ബാലൻസ് ഉണ്ടോ എന്ന് നോക്കി, നമ്മൾ കഴിയാവുന്ന രൂപത്തിൽ കൊടുത്തു. അത് തന്നെയാണ് റബ്ബ് പറയുന്നത്, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, നരകത്തെ നിങ്ങൾ കാക്കണം. വലോ ബിശിഖി തംറ, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തുകൊള്ളണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു 50 പൈസ കൊടുക്കാൻ നമ്മുടെ കൈവശം ഉണ്ടാവില്ലേ? ഒരു 5 രൂപ ഒരു സാധുവിന് കൊടുക്കാൻ നമുക്ക് നമ്മുടെ കൈവശം ഉണ്ടാവില്ലേ? ഓർക്കുക, റമദാനിൽ നമ്മളോടൊപ്പമുള്ള റബ്ബ് തന്നെയാണ് റമദാനിന് ശേഷവും നമ്മളോടൊപ്പമുള്ളത്. ആ റബ്ബ് സദാസമയം നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ, മുൻഗാമികളായ ആളുകൾ നമ്മളോട് ഓർമ്മപ്പെടുത്താറുള്ള കാര്യം, ലാ തകുൻ റമദാനിയ, നീ ഒരിക്കലും ഒരു റമദാനിയാകരുത്. ഒരു റമദാനിൽ മാത്രം സ്പെഷ്യലായി
ആരാധനകൾ നടത്തുന്നയാളായി മാറരുത്. പിന്നെയോ കുൻ റബ്ബാനിയ, നീ റബ്ബിൻ്റെ ആളായി മാറണമെന്നാണ് മുൻഗാമികളായ ആളുകൾ നമ്മളോട് പറയാറുള്ളത്. നമ്മുടെ വിശപ്പ് നമ്മൾ നിയന്ത്രിച്ചു, ദാഹം നമ്മൾ നിയന്ത്രിച്ചു. ഹലാലായതുപോലും റബ്ബ് ആ സമയത്ത് പകൽ സമയത്ത് നിഷിദ്ധമാക്കിയതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു. അത് നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. റമദാന് ശേഷവും നമുക്ക് നോമ്പ് തുടരാൻ കഴിയും. കണ്ണിൻ്റെയും നാവിൻ്റെയും കൈകാലുകളുടെയും ഒക്കെ നോമ്പ് വിശുദ്ധ റമദാനിന് ശേഷവും നമുക്ക് തുടർത്താൻ കഴിയുമെന്ന ഒരു ശക്തമായ സന്ദേശമാണ് ഈ വിശുദ്ധമായ റമദാൻ മാസം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ശുദ്ധമായ ഹൃദയത്തോടു കൂടിയാണ് നമുക്ക് കണ്ടുമുട്ടാനുള്ളത്. പാപക്കറകളില്ലാതാക്കാൻ നമ്മൾ പരിശ്രമിച്ചു. രാത്രിയുടെ ഇരുളിൽ പള്ളിയിൽ നമ്മൾ തനിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്തപ്പോൾ അസ്തഗ്ഫിറുള്ള എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിച്ചു. ഹൃദയം അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നമ്മുടെ ശരീരത്തിൽ ഒരു ഇറച്ചിക്കഷ്ണമുണ്ട്, ഒരു മാംസക്കഷ്ണമുണ്ട്. അത് നന്നായി തീർന്നാൽ ശരീരം മുഴുവൻ നന്നായി എന്നാണ്. വൈദ ഫസദത്ത്, അത് മോശമായി തീർന്നാൽ ശരീരം മുഴുവൻ മോശമായി എന്നാണ്. അത് ഹൃദയമാണ്. ഈ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് പരമാവധി നന്മകളിലൂടെ നമുക്ക് വീണ്ടും തുടരാം. റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയ ചൈതന്യം റമദാനിന് ശേഷവും നമുക്ക് തുടരാം. ഓർക്കുക, നോമ്പ് റമദാനിൽ മാത്രമല്ല, റമദാനിന് ശേഷവുമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.